കണ്ണൂരിൽ 8 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും LDFന് പ്രതിപക്ഷമില്ലാത്ത സമ്പൂർണ്ണ വിജയം. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് വർദ്ധിപ്പിച്ച LDF ഭരണം നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ തവണ വിജയിച്ച കണ്ണൂർ കോർപ്പറേഷനും 3 നഗരസഭകളും UDFും നിലനിർത്തി. കഴിഞ്ഞ തവണ കൈവിട്ട 9 പഞ്ചായത്തുകൾ UDF തിരിച്ചുപിടിച്ചപ്പോൾ 2 പഞ്ചായത്തുകളും ഒരു ബ്ലോക്ക് പഞ്ചായത്തും LDF പിടിച്ചെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF നേട്ടമുണ്ടാക്കിയപ്പോൾ കണ്ണൂരിൽ LDF ആധിപത്യം നിലനിർത്തി. കണ്ണൂരിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ UDFന് കഴിഞ്ഞില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള മുൻതൂക്കം ഏതാണ്ട് അതേപടി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. സാധാരണ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അതേപടി നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ അനുഭവം. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF നിലനിർത്തി. കഴിഞ്ഞ തവണ വിജയിച്ച 5 നഗരസഭകൾ LDFും 3 നഗരസഭകൾ UDFും നിലനിർത്തി. പയ്യന്നൂർ, ഇരിട്ടി, കൂത്തുപറമ്പ, തലശ്ശേരി, ആന്തൂർ നഗരസഭകളാണ് LDF നിലനിർത്തിയത്. ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ, പാനൂർ നഗരസഭകൾ UDFും നിലനിർത്തി. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 എണ്ണം LDFും 1 UDFും വിജയിച്ചു. 2 ഇടത്ത് സമനിലയായി. ആകെയുള്ള 71 ഗ്രാമപഞ്ചായത്തുകളിൽ LDF 48ഉം UDF 21 ഇടത്തും വിജയിച്ചു. 9 പഞ്ചായത്തുകൾ UDFും 2 പഞ്ചായത്തുകൾ LDFും പിടിച്ചെടുത്തു. 2 പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ല. ആന്തൂർ നഗരസഭയിലെ മുഴുവൻ സീറ്റുകളും LDF തൂത്തുവാരി. 8 ഗ്രാമപഞ്ചായത്തുകളിലും LDF മുഴുവൻ വാർഡുകളിലും വിജയിച്ചു. ചെറുതാഴം, കതിരൂർ, കല്യാശ്ശേരി, കാങ്കോൽ, ആലപ്പടമ്പ, കണ്ണപുരം, കരിവള്ളൂർ, പെരളം, പന്ന്യന്നൂർ, പിണറായി പഞ്ചായത്തുകളിലാണ് LDFന് പ്രതിപക്ഷമില്ലാത്തത്. കൈരളി ന്യൂസ്, കണ്ണൂർ.